ഏറെ നാളായുള്ള പ്രവാസികളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. കൊറോണ വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ വിലക്കുകൾ ഒന്നൊന്നായി നീങ്ങുകയാണ്. പ്രവാസികൾക്ക് ഏവർക്കും പ്രതീക്ഷ നൽകി സൗദി വിലക്ക് നീക്കുന്നതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നതാണ്. ഇതിനു പിന്നാലെ പുതിയ യാത്രാ നിബന്ധനകളും അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും ആകാശവാതിലുകൾ തുറന്നു. ഈയൊരു സാഹചര്യത്തിൽ അതാത് രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്ന നിബന്ധനകൾ കൃത്യമായി പാലിക്കണം. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സൗദി അധികൃതർ ഏർപ്പെടുത്തിയ യാത്രാവിലക്കിൽ കുടുങ്ങി നാട്ടിൽ കഴിയുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ആശ്വാസ വാർത്തയാണ് പുറത്തുവരുന്നത്. ഇവർക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് സൗദിയിൽ പ്രവേശിക്കാമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഇന്ത്യക്ക് പുറമെ റെഡ് ലിസ്റ്റിൽപ്പെട്ട് യാത്രാ നിരോധനം നേരിടുന്ന പാകിസ്ഥാൻ, UAE, ഇന്തോനേഷ്യ, ഈജിപ്ത്, തുർക്കി, അർജന്റീന, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, എത്യോപ്യ, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, ലെബനാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും ഈ ഇളവ് ബാധകമാണെന്ന് അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. സൗദി അറേബ്യയിൽ നിന്ന് 2 ഡോസ് വാക്സിൻ എടുത്ത് ഇന്ത്യ അടക്കം പ്രവേശന നിരോധനമുള്ള രാജ്യങ്ങളിലേക്ക് എക്സിറ്റ് ആൻഡ് റീ എൻട്രി വിസയിൽ പോയവർക്കാണ് നിലവിൽ നേരിട്ട് തിരിച്ചുവരുവാൻ അധികൃതർ അനുമതി നൽകിയിട്ടുള്ളത്. എന്നാൽ സൗദിയിൽ ഇഖാമ ഇല്ലാത്തവർക്ക് തിരികെ എത്താൻ അനുവാദമുണ്ടായിരിക്കില്ല. ഇങ്ങനെ തിരികെ എത്തുന്നവർ മറ്റുള്ളവരെ പോലെ 14 ദിവസം മറ്റൊരു രാജ്യത്ത് കഴിയേണ്ടതില്ലെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇങ്ങനെ മടങ്ങി വരുന്നവർക്ക് സൗദിയിൽ ക്വാറന്റൈനിൽ കഴിയേണ്ട ആവശ്യമില്ല. നിലവിൽ സൗദി പൗരന്മാർക്കും നയതന്ത്ര പ്രതിനിധികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാത്രമേ യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് പ്രവേശനാനുമതി നൽകിയിട്ടുള്ളൂ. അല്ലാത്തവർ മൂന്നാമതൊരു രാജ്യത്ത് 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്നതാണ് വ്യവസ്ഥ. കൂടാതെ ഇത് സംബന്ധിച്ച എല്ലാ എംബസികൾക്കും കോൺസുലേറ്റുകൾക്കും ഇതിനോടകം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് 14 ദിവസം പൂർത്തീകരിച്ച ശേഷം സൗദിയിൽ നിന്ന് പുറത്തുപോയവർക്കാണ് ഇളവ് ബാധകമാവുക. ക്വാറന്റൈൻ വേണ്ടെങ്കിൽ കോവിഡ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ മറ്റ് നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഇവർക്കും ബാധകമാണ്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ലഭിച്ചതായി റിയാദിലെ ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്യുകയുണ്ടായി. വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും എംബസി കൂട്ടിച്ചേർത്തു. അതേസമയം സൗദിയിൽ നിന്ന് വാക്സിൻ എടുത്ത് പുറത്തുപോയവർക്ക് നേരിട്ട് തിരികെ എത്താൻ നൽകിയ സൗദി അധികൃതരുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് അറിയിച്ചു. മാസങ്ങളായി ഇന്ത്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസകരമായ തീരുമാനമാണിതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഏറെക്കാലമായി ഇന്ത്യൻ പ്രവാസികൾ പ്രതീക്ഷിച്ചിരിക്കുന്ന തീരുമാനമാണിത്. ഇതേപോലെ ഇന്ത്യയിൽ നിന്ന് 2 ഡോസ് വാക്സിൻ എടുത്തവർക്കും സൗദിയിൽ നിന്ന് ആദ്യ ഡോസ്, ഇന്ത്യയിൽ നിന്ന് 2ാമത്തെ ഡോസും എടുത്തവർക്കും ഉടൻ തന്നെ നേരിട്ടുള്ള പ്രവേശനാനുമതി ലഭ്യമാക്കുന്നതിന് ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. സൗദിയിൽ 26 ലക്ഷം ഇന്ത്യൻ പ്രവാസികളുണ്ടെന്നാണ് കണക്ക്. രാജ്യത്തെ ആകെയുള്ള പ്രവാസി ജനസംഖ്യയുടെ 1/3. ഇതോടൊപ്പം തന്നെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2020 മാർച്ച് 15-നാണ് സൗദി അറേബ്യ വിദേശ വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ വർഷം മെയ് 17-ന് യാത്രാ വിലക്ക് പിൻവലിച്ചുവെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള 20 രാജ്യങ്ങൾക്കെതിരായ വിലക്ക് തുടരുകയായിരുന്നു. ഇവിടങ്ങളിൽ കോവിഡിന്റെ ഡെൽറ്റ വകഭേദം വ്യാപകമായതിനെ തുടർന്നായിരുന്നു ഈ നടപടി സ്വീകരിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.